അടുത്തതായി ജാവ ഉപയോഗിച്ച് രണ്ട് നമ്പേഴ്സിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതിനെയുള്ള പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി നോട്ട്പാഡിൽ ഞാൻ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, രണ്ട് നമ്പറിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ അതേപോലെ തന്നെ ഡിവിഷൻ ഇതിനെയുള്ള പ്രോഗ്രാമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പ്രോഗ്രാം എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് മറ്റുള്ള പ്രോഗ്രാംസിനെ അല്ലെങ്കിൽ യൂസേഴ്സിനെയോ മനസ്സിലാക്കുന്നതിനായി ഇവിടെ /* എന്ന ഈ സിമ്പലിനുള്ളിൽ പ്രോഗ്രാം എന്തിനു വേണ്ടിയാണ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇനി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റൺ ചെയ്യുമ്പോൾ കീബോർഡിൽ നിന്നും ഇൻപുട്ട് വാല്യൂ റിസീവ് ചെയ്യുന്നതിനായി റീഡ് ലൈൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനാൽ ഇവിടെ ഇമ്പോർട്ട് java.io.package അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പാക്കേജ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നു. ക്ലാസ് നെയിം മാത്ത് എന്ന് ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഇതിനുള്ളിൽ മെയിൻ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നു. ഇവിടെ രണ്ട് നമ്പറിന്റെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും സബ്ട്രാക്ഷനുമാണ് നമ്മൾക്ക് വേണ്ടത്. അതിനാൽ 3 മെമ്മറി ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ വേരിയബിൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. രണ്ട് ഇൻപുട്ട് നമ്പറിനെ സ്റ്റോർ ചെയ്യുന്നതിനായി ഇന്റിജർ ടൈപ്പിൽ നമ്പർ 1 എന്ന മെമ്മറിയും അതേപോലെ തന്നെ നമ്പർ 2 എന്ന മെമ്മറി വേരിയബിളും നൽകിയിരിക്കുന്നു. ഇനി റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നതിനായി റിസൾട്ട് എന്ന് തന്നെയുള്ള വേരിയബിൾ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇനി പ്രോഗ്രാമിംഗ് സെക്ഷൻ ട്രൈ എന്ന സെക്ഷനുള്ളിൽ വേണം ഇതേ രീതിയിൽ ഡിഫൈൻ ചെയ്യുവാൻ. അതിനാൽ ഇവിടെ ട്രൈ എന്ന സ്റ്റേറ്റ്മെന്റിനുള്ളിൽ റീഡ് ലൈൻ എന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഇവിടെ എക്സ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ യൂസറിന്റെ ആവശ്യാനുസരണം ഇഷ്ടമുള്ള വേരിയബിൾ അല്ലെങ്കിൽ ക്ലാസ് ഒബ്ജക്റ്റ് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ എക്സ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നു. അതായത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ ആദ്യം ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നതിനായി എന്റർ ഫസ്റ്റ് നമ്പർ എന്ന മെസ്സേജ് ഇവിടെ ഇതേ രീതിയിൽ നൽകിയിരിക്കുകയാണ്. മെസ്സേജ് പ്രോഗ്രാം ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു നമ്പറിനായി വെയിറ്റ് ചെയ്യുന്നതാണ്. ഈ നമ്പർ നമ്മൾ കീബോർഡിൽ നിന്നും ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ റീഡ് ലൈൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ജാവ പ്രോഗ്രാം ആ നമ്പറിനെ റീഡ് ചെയ്ത് അതിനെ ഇന്റിജറായി കൺവേർട്ട് ചെയ്ത്, അതായത് integer.parseInt എന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് അതിനെ ഇന്റിജറായി കൺവേർട്ട് ചെയ്തതിനു ശേഷം നമ്പർ 1 എന്ന വേരിയബിളിലേക്ക് അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതേ രീതിയിൽ ആദ്യത്തെ നമ്പർ സ്റ്റോർ ചെയ്തതിനു ശേഷം രണ്ടാമത്തെ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അതായത് എന്റർ സെക്കൻഡ് നമ്പർ. അതിനുശേഷം രണ്ടാമത്തെ നമ്പർ റിസീവ് ചെയ്ത് അതിനെ ഇന്റിജറായി കൺവേർട്ട് ചെയ്ത് നമ്പർ 2 എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ഈ രണ്ട് നമ്പറും ഇൻപുട്ട് വഴി അല്ലെങ്കിൽ കീബോർഡിൽ നിന്ന് പ്രോഗ്രാമിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അഡീഷൻ റിസൾട്ട് എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്ത ഔട്ട്പുട്ട്, അതായത് രണ്ട് നമ്പറിന്റെ അഡീഷൻ system.out.println എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് ഇതേ രീതിയിൽ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അതായത് അഡീഷൻ ഈക്വൽ ടു കിട്ടിയ ഔട്ട്പുട്ട്, അതായത് പ്ലസ് റിസൾട്ട്. ഇവിടെ അഡീഷൻ ഡിസ്പ്ലേ ചെയ്തതിനു ശേഷം രണ്ട് നമ്പറിന്റെ സബ്ട്രാക്ഷൻ ഡിസ്പ്ലേ ചെയ്യുന്നതിനായി അതിന്റെ കാൽക്കുലേഷൻ തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. അതായത് നമ്പർ 1 മൈനസ് നമ്പർ 2. ഇതിന്റെയും റിസൾട്ട് എന്ന വേരിയബിൾ തന്നെ സ്റ്റോർ ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഇതേ രീതിയിൽ റിസൾട്ട് എന്ന വേരിയബിൾ തന്നെ രണ്ടാമതും ഉപയോഗിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വാല്യൂ ഇവിടെ നിന്നും റിമൂവ് ചെയ്യുന്നതാണ്. അതായത് റിസൾട്ടിൽ നേരത്തെ ഉണ്ടായിരിക്കുന്ന വാല്യൂ അഡീഷൻ ആണല്ലോ, അത് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ സബ്ട്രാക്ഷൻ ചെയ്യുന്നത്. സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ വീണ്ടും റിസൾട്ട് എന്ന വേരിയബിൾ തന്നെ സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം അത് system.out.println എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് സബ്ട്രാക്ഷൻ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇതേ രീതിയിൽ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ഫൈൻഡ് ചെയ്യുകയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് മൾട്ടിപ്ലിക്കേഷന്റെ റിസൾട്ട് സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നു. അതേപോലെ തന്നെ ഡിവിഷൻ. ഇവിടെ ഓരോ പ്രാവശ്യവും ഓരോ ഓപ്പറേഷൻ നടക്കുമ്പോഴും നേരത്തെ റിസൾട്ടിലുള്ള വാല്യൂ റീപ്ലേസ് ചെയ്ത് പിന്നീട് അതിനെ പ്രിന്റ് ചെയ്യുന്നതായി കാണാം. ഇനി ഈ പ്രോഗ്രാം നമുക്ക് കമ്പൈൽ ചെയ്യാം. കമ്പൈൽ ടൈം എറർ മനസ്സിലാക്കുവാനായി ഞാൻ ഇവിടെ സെമികോളൻ റിമൂവ് ചെയ്യുകയാണ്.
ഇതേപോലെ തന്നെ ഇവിടെ നിന്നും ഒരു ക്ലോസിംഗ് ബ്രേസസ് റിമൂവ് ചെയ്യുന്നു. ഇനി പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള എറർ ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത് എന്ന് നോക്കാം. പ്രോഗ്രാം ഇവിടെ math.java എന്ന പേരിൽ സേവ് ചെയ്തു. അതിനുശേഷം ഡോസ് പ്രോംപ്റ്റിൽ നിന്നും ജാവ കമ്പൈലറിനെ കോൾ ചെയ്യുന്നു. നമ്മൾ സേവ് ചെയ്ത ഫയൽ നെയിം നൽകുന്നു, അതായത് math.java. കീബോർഡിൽ നിന്നും എന്റർ കീ പ്രസ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഇപ്പോൾ 2 എറർ ഡിസ്പ്ലേ ചെയ്തതായി കാണാം. ഇവിടെ ലൈൻ നമ്പർ 21ൽ സെമികോളൻ എക്സ്പെക്ടഡ് എന്ന എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തതായി കാണാം. അതേപോലെ തന്നെ ലൈൻ നമ്പർ 25ൽ ക്യാച്ച് വിത്തൗട്ട് ട്രൈ എന്ന എറർ ഡിസ്പ്ലേ ചെയ്തതായി കാണാം. എറർ ചേഞ്ച് ചെയ്യുന്നതിനായി വീണ്ടും നോട്ട് പാഡിലേക്ക് വരുന്നു. എറർ നൽകിയ ലൈൻ നമ്പർ കണ്ടെത്തി അവിടെ സെമികോളൻ നൽകുന്നു. അതേപോലെ തന്നെ ഇവിടെ ക്ലോസിംഗ് ബ്രേസസ് നൽകുന്നു. വീണ്ടും പ്രോഗ്രാമിനെ സേവ് ചെയ്ത് കമ്പൈൽ ചെയ്യുന്നു. ഇതേ രീതിയിലാണ് ജാവ പ്രോഗ്രാമിലെ കമ്പൈൽ ടൈം എറർ ഹാൻഡിൽ ചെയ്യുന്നത്. ഇവിടെ വീണ്ടും ജാവ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നൽകിയ ഫയൽ നെയിമിനനുസൃതമായി ഒരു ക്ലാസ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ നൽകിയ ഫയൽ നെയിം math.java എന്നാണ്. എന്നാൽ math.class എന്ന ഫയൽ ജാവ കമ്പൈലർ തന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി റൺ ചെയ്യുമ്പോൾ ക്ലാസ് ഫയൽ ആയിരിക്കും ജാവ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിനാൽ ഇവിടെ math എന്ന് നൽകിയാൽ മതിയാവും. ഇതേ രീതിയിൽ ഒരു പ്രോഗ്രാമിന്റെ ക്ലാസ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സോഴ്സ് പ്രോഗ്രാം കമ്പ്യൂട്ടറിൽ നിന്നും ഡിലീറ്റ് ചെയ്താലും ക്ലാസ് ഫയൽ വർക്ക് ചെയ്യുന്നതാണ്. ഇവിടെ റൺ ചെയ്യുന്നതിനായി ജാവ ഫയൽ നെയിം നൽകിയിരിക്കുന്നു. അതിനുശേഷം കീബോർഡിൽ നിന്നും എന്റർ കീ പ്രസ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം നൽകിയ മെസ്സേജ്, അതായത് എന്റർ ഫസ്റ്റ് നമ്പർ എന്ന മെസ്സേജ് ഇവിടെ ഇതേ രീതിയിൽ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അതിനുശേഷം ഫസ്റ്റ് നമ്പർ ഞാനിവിടെ എന്റർ ചെയ്യുന്നു. ഇത് നമ്പർ 1 എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ എന്റർ സെക്കൻഡ് നമ്പർ എന്ന മെസ്സേജ് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തു. സെക്കൻഡ് നമ്പർ എന്റർ ചെയ്ത ശേഷം എന്റർ കീ പ്രസ് ചെയ്യുമ്പോൾ അത് നമ്പർ 2 എന്ന മെമ്മറി വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇനി എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജാവയിലെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് വർക്ക് ചെയ്യുന്നതാണ്. ഇതാ നമ്മൾ എന്റർ ചെയ്ത 2 നമ്പറിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അതേപോലെ തന്നെ ഡിവിഷനും ഡിസ്പ്ലേ ചെയ്തതായി കാണാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ജാവ പ്രോഗ്രാമിൽ ഇൻപുട്ട് വാല്യൂ റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അതായത് റീഡ് ലൈൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് ജാവ പ്രോഗ്രാമിൽ റൺ ടൈമിൽ കീബോർഡിൽ നിന്നും ഇൻപുട്ട് വാല്യൂ റിസീവ് ചെയ്യുന്നത്. റീഡ് ലൈൻ എന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡാറ്റ ഇൻപുട്ട് സ്ട്രീം എന്ന ഈ ക്ലാസ്സിലാണ്. ഇപ്പോൾ നമ്മൾ ചെയ്ത പ്രോഗ്രാം ഇന്റീജർ ഡാറ്റ ടൈപ്പിനെ ഹാൻഡിൽ ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഇതേപോലെ തന്നെ അടുത്തതായി ഡെസിമൽ പോയിന്റ് വാല്യൂ ഹാൻഡിൽ ചെയ്യുന്ന പ്രോഗ്രാം നമ്മൾക്കിവിടെ ചെയ്യാം. ഇതിനായി ഇവിടെ ഇന്റീജർ എന്ന ഈ ടൈപ്പ് ഞാൻ ചേഞ്ച് ചെയ്ത ശേഷം ഫ്ലോട്ട് എന്ന് നൽകുകയാണ്. ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ച് പ്രിസിഷൻ വാല്യൂ അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റ് ഉള്ള വാല്യൂ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന വേരിയബിൾസ് ആണ് ഇപ്പോൾ നമ്പർ 1, നമ്പർ 2, അതേപോലെ തന്നെ റിസൾട്ട്. എന്നാൽ റീഡ് ലൈൻ എന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് റീഡ് ചെയ്യുന്ന വാല്യൂവിനെ ഫ്ലോട്ടായി കൺവേർട്ട് ചെയ്യുവാൻ അതിൻ്റെതായ ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇന്റീജർ ഡോട്ട് പാർട്സിന്റ് എന്ന ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, റീഡ് ചെയ്യുന്ന വാല്യൂവിനെ ഇന്റീജറായി കൺവേർട്ട് ചെയ്യാൻ ഇന്റീജർ ഡോട്ട് പാർട്സിന്റ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ തന്നെ ഫ്ലോട്ട് ഡോട്ട് പാർട്സ് ഫ്ലോട്ട് എന്ന കൺവേർഷൻ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ റീഡ് ലൈൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് റീഡ് ചെയ്യുന്ന വാല്യൂവിനെ ഫ്ലോട്ട് ഡോട്ട് പാർട്സ് ഫ്ലോട്ട് എന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്ത ശേഷം അതിനെ നമ്പർ 1 എന്ന ഫ്ലോട്ട് പോയിന്റ് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. അതായത് ഡെസിമൽ പോയിന്റോടുകൂടി തന്നെ ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇതേപോലെ തന്നെ 2 ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പറും നമ്പർ 1, നമ്പർ 2 എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തതിനു ശേഷം അതിന്റെ ഔട്ട്പുട്ട്, അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നീ റിസൾട്ട് എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതും അതിന്റെ ഔട്ട്പുട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നതുമാണ്. പ്രോഗ്രാം കമ്പൈൽ ചെയ്യാം.
ഇതിനെ വീണ്ടും സേവ് ചെയ്ത ശേഷം ഡോസ് പ്രോംപ്റ്റിൽ javac math.java എന്ന കമാൻഡ് നൽകുകയാണ്. ശ്രദ്ധിക്കുക, പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി റൺ ചെയ്യുന്നതിനായി ജാവ ഫയൽ നെയിം അല്ലെങ്കിൽ ക്ലാസ് നെയിം നൽകുന്നു, അതായത് മാത്ത്. ഇത് ആദ്യം ഡെസിമൽ പോയിന്റ് ഉള്ള ഒരു നമ്പർ ഞാൻ എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം സെക്കൻഡ് നമ്പറും ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പർ എൻ്റർ ചെയ്യുന്നു. ഇനി എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇത് ഡെസിമൽ പോയിന്റിൽ തന്നെ അതിന്റെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ ഫ്ലോട്ട് എന്ന ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ച് ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ പ്രിസിഷൻ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യുവാനും അതിനെ പിന്നീട് മാനിപ്പുലേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്.